കഴിഞ്ഞ ദിവസം ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദിലീപ് എത്തിയതും സന്ദർശനം നടത്തിയതുമൊക്കെ വാർത്തയിൽ പ്രാധാന്യമായി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും കേൾക്കുകയും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും ചെയ്തൊരു വാർത്തയായും ഇത് മാറുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ അവിടെ മീനാക്ഷിക്ക് മാത്രമല്ല, ദേവിയുടെ നടയിലെത്തിയപ്പോൾ കാവ്യയ്ക്ക് വേണ്ടിയും ദിലീപ് വഴിപാടുകൾ കഴിപ്പിക്കുന്നുണ്ട് എന്നത്. രസീത് എഴുതി ചെയ്യേണ്ട വഴിപാടുകൾ മാത്രമാണ് മീനാക്ഷിയുടെ പേരിൽ ചെയ്തതെങ്കിൽ ദേവിയുടെ നടയിലെത്തി പൂജാരിയോട് നേരെ പറയുന്നത് കാവ്യ തിരുവാതിര എന്നുകൂടിയാണ്. കാവ്യ തിരുവാതിര എന്ന പേര് പറഞ്ഞ് ദിലീപ് നടയിൽ നിന്ന് മാറുന്നത് വീഡിയോയിൽ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നു. ഇതോടെ തന്നെ കാവ്യയ്ക്ക് വേണ്ടി അർച്ചനയൊന്നും ചെയ്തില്ല എന്നും മകൾക്ക് വേണ്ടി മാത്രമേ ദിലീപ് ചെയ്തുള്ളൂ എന്നൊക്കെ വിമർശിച്ചവർക്ക് ഒരു മറുപടി കൂടി ആയിട്ടുണ്ട് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഇത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം നന്നായി ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെ കൃത്യമായി പറയുന്നതും ഇതേ വാർത്തയെക്കുറിച്ചാണെന്ന് നമുക്ക് നന്നായി അറിയാം. ദിലീപ് കാവ്യ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോഴിതാ ദിലീപ് കാവ്യയുടെ പേര് എടുത്തു പറയുന്നത് കേട്ടപ്പോൾ ദിലീപിൻ്റെ ആരാധകർക്കും കാവ്യയുടെ ആരാധകർക്കും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കഴിഞ്ഞ ദിവസം എത്തി മകൾക്ക് വേണ്ടി മാത്രമാണ് വഴിപാടുകൾ കഴിച്ചത് എന്നും കേട്ടപ്പോൾ തന്നെ എല്ലാവരും ആദ്യം ചോദിച്ചത് മീനാക്ഷിക്ക് വിവാഹമായോ എന്നായിരുന്നു. മീനാക്ഷിക്ക് വേണ്ടി മാത്രം പ്രത്യേകതയുള്ള വഴിപാടുകൾ കഴിക്കുന്നത് കണ്ടു. അല്ലെങ്കിൽ മകൾക്ക് വിദേശത്ത് അഡ്മിഷൻ കിട്ടാനോ ജോലി കിട്ടാനോ ദിലീപ് നേർന്നതായിരിക്കാം. എന്താണ് എന്നറിയില്ല. പക്ഷേ കാവ്യയുടെ പേര് വരാത്തതിലും കാവ്യയ്ക്ക് വേണ്ടി അർച്ചന കഴിപ്പിക്കാത്തതിലുമൊക്കെ പ്രേക്ഷകർക്ക് വിഷമമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അടുത്ത വീഡിയോയിലൂടെ മാറുകയായിരുന്നു. ദേവിയുടെ നടയിലെത്തി കാവ്യ തിരുവാതിര എന്ന് നാളുറക്കെ പറഞ്ഞതിലൂടെ തന്നെ കാവ്യയ്ക്ക് വേണ്ടി വഴിപാട് കഴിച്ചു എന്ന് മനസ്സിലാവുകയായിരുന്നു പ്രേക്ഷകർക്ക്. അതിലൂടെ തന്നെ കൂടുതൽ സന്തോഷമാണ് ഇപ്പോൾ ദിലീപിൻ്റെ വാർത്ത അവസാനിക്കുമ്പോൾ കേൾക്കുന്നത്. ചെട്ടികുളങ്ങര ദേവി വളരെയധികം ശക്തിയുള്ള ദേവിയാണ്. ദേവിയെ പ്രീതിപ്പെടുത്തുന്ന പല അർച്ചനകളും പൂജകളുമാണ് ഇപ്പോൾ ദിലീപ് അവിടെ നടത്തിയിട്ടുള്ളത്. 10,000 ചിലവുള്ള പൂജകളാണ് പ്രത്യേകമായി ദിലീപ് പറഞ്ഞു ചെയ്യിപ്പിച്ചത്. തൻ്റെ മകൾക്കും കുടുംബത്തിനുമൊന്നും ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ അവരെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പലരും ചെയ്യുന്നത്. ഇതോടെ പ്രേക്ഷകരും വളരെ കൃത്യമായി തന്നെ ഈ ഒരു വാർത്ത കാണുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു വാർത്ത ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും പറയുകയും ചെയ്യാം. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും പ്രേക്ഷകരുടെ പ്രീതി നിർത്തുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.